അസ്സലാമു അലൈക്കും. രചന മോയിൻകുട്ടി വൈദ്യർ. നൂറിമ്പം ചോരിന്നമ്പൾ പൂകൾ പൊങ്കും നബി തങ്ക പേരിമ്പമേറും സ്വഹബാക്കളെ കഥ ഊറുമ്പം മനം തെങ്ങി പതറുന്ന പട പൊങ്ങി അരുമ്പക്കണി ബദിരീങ്ങളെ നൂറിമ്പം ചോരിന്നമ്പൾ പൂകൾ പൊങ്കും നബി തങ്ക പേരിമ്പമേറും സ്വഹബാക്കളെ കഥ ഊറുമ്പം മനം തെങ്ങി പതറുന്ന പട പൊങ്ങി അരുമ്പക്കണി ബദിരീങ്ങളെ മക്കക്കാർ കുസീബത്തിൻ കവാടങ്ങൾ തുറന്ന് മണിമുത്ത് നബിയോരെ ഒരുങ്ങി വിട്ടിരുന്ന് മർദനം സഹിച്ചവർ കരുത്തെല്ലാം തളർന്ന് മനമൊന്ന് മദീനത്തെ ഹിജ്റയും നടക്കി ചെന്നെത്തി. അന്നവിടത്തിൽ സ്വാഗതമരുളി വന്നെത്തി. ചുണ്ടിൽ താമരപ്പൂ ചണ്ടി വിടർത്തി താമരപ്പൂ കാറ്റി വിടർത്തി. നൂറിമ്പം ചോരിനമ്പൾ പൂകൾ പൊങ്കും നബി തങ്ക പേരിമ്പമേറും സ്വഹബാക്കളെ കഥ ഊറുമ്പം മനം തെങ്ങി ബദർന്ന പട പൊങ്ങി അരുമ്പക്കണി ബദിരീങ്ങളെ ഹതിമുന്നബിയുള്ള മദീനത്തെ ബദി തങ്ങി കീർത്തിയിൽ വിലസുകയാണ് എന്ന് സർക്കിയമ്മ ഭുജങ്ങൾ കോമുരാടി കിബർ പൊങ്ങി ഒരുത്തിയിൽ പടരുകയാണ്. ഹതിമുന്നബിയുള്ള മദീനത്തെ ബദി തങ്ങി കീർത്തിയിൽ വിലസുകയാണ് എന്ന് സർക്കിയമ്മ ഭുജകൾ കോമുരാടി കിബർ പൊങ്ങി ഒരുത്തിയിൽ പടരുകയാണ്. നൂറിമ്പം ചോരിന്നമ്പൾ പൂകൾ പൊങ്കും നബി തങ്ക പേരിമ്പമേറും സ്വഹബാക്കളെ കഥ ഊറുമ്പം മനം തെങ്ങി ബദർന്ന പട പൊങ്ങി അരുമ്പക്കണി ബദിരീങ്ങളെ മക്കക്കാർ കുസീബത്തിൻ കവാടങ്ങൾ തുറന്ന് മണിമുത്ത് നബിയോരെ ഒരുങ്ങി വിട്ടിരുന്ന് മർദനം സഹിച്ചവർ കരുത്തെല്ലാം തളർന്ന് മനമൊന്ന് മദീനത്തെ ഹിജ്റയും നടക്കി ചെന്നെത്തി. അന്നവിടത്തിൽ സ്വാഗതമരുളി വന്നെത്തി. ചുണ്ടിൽ താമരപ്പൂ ചണ്ടി വിടർത്തി താമരപ്പൂ കത്തി വിടർത്തി. നൂറിമ്പം ചോരിന്നമ്പൾ പൂകൾ പൊങ്കും നബി തങ്ക പേരിമ്പമേറും സ്വഹബാക്കളെ കഥ ഊറുമ്പം മനം തെങ്ങി ബദർന്ന പട പൊങ്ങി അരുമ്പക്കണി ബദിരീങ്ങളെ. അസ്സലാമു അലൈക്കും.